ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താണ് ചേട്ടനും അനിയത്തിയും കൂടെ ഒരു സംസാരം? ഒന്നുമല്ല അച്ഛാ. ആ മോനെ, ഞാനിന്ന് ശേഖരനെ കണ്ടിരുന്നു. അവന്റെ മോന് നിന്റെ കൂടെ ഇല്ലേ പഠിക്കുന്നത്? അവിടുന്ന് ക്ലാസ് ഇല്ലായിരുന്നു പറഞ്ഞു. അത് പിന്നെ അച്ഛാ, അവൻ ആർട്സ് അല്ലേ, ഞാൻ സയൻസ് ഗ്രൂപ്പ് ആണല്ലോ. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ശരി, പോയി കുടിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ആ മോളെ, നീ സൈക്കിൾ റേസ് ജയിച്ച സന്തോഷത്തിന് ഞാൻ മോക്ക് വേണ്ടിയാ മട്ടൻ വാങ്ങിച്ചത്. അതെനിക്കറിയില്ല അച്ഛാ, എന്റെ ചക്കര അച്ഛനല്ലേ. ഓ, എന്നാ പോയി കഴിക്കാൻ നോക്ക്. വാ. പാറു വാ. വാ. ഒരു പാത്രം എടുത്തു വെച്ച് കഴിക്കടി. എനിക്ക് എന്റെ അച്ഛൻ വരുത്തരും. അച്ഛനും മോളും കൂടി കുറച്ച് ഓവറാക്കുന്നുണ്ട് കേട്ടോ. ഇരിക്ക ചേച്ചി, മട്ടൻ തട്ട്. ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം. അവളെ കണ്ട് പഠിക്കടി. പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം. അയ്യോ, ഞാൻ എത്ര കുലസ്ത്രീ ഒന്നും അല്ലേ. കുറച്ചേ ഈ എണ്ണാക്കിലോട്ട് കൂടെ പോട്ടെ. നോക്കിക്കോ, നിന്നെ കെട്ടുന്നവനെ നല്ല തല്ല് തന്ന് വരച്ച് വരെ നിർത്തുന്നവനായിരിക്കൂടി. കണ്ടോ അച്ഛാ, കഴിക്കാനിരിക്കുമ്പോ പോലും അമ്മ പ്രാകുന്നത്. എന്താ ദേവകി? ഞാൻ പ്രാഗി അങ്ങോട്ട് വലിക്കുമല്ലേ. തള്ള ചവിട്ടിയാലേ പിള്ളക്ക് കേടില്ല. എന്റെ മോടെ നല്ല മനസ്സിനെ അവക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ കിട്ടും. നോക്കിക്കോ നീ. മുഴുവൻ ഭക്ഷണം അവക്ക് കൊടുക്കാതെ സ്വന്തം വയറ്റിലോട്ടും കൂടെ കുറച്ചങ്ങോട്ട് പോട്ടെ. കണ്ടോ കണ്ടോ കണ്ടോ, അമ്മയ്ക്ക് എല്ലാവരെക്കാളും സ്നേഹ കൂടുതല് അച്ഛനോടാ. അതാ ലവ് ലവ് ലവ്. കൈയെടുക്കടി. പിന്നെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കല്ലേ. അയ്യോ, ഇത്രയും വിരുന്നുകാർ വന്നാ ഞാൻ എന്ത് ചെയ്യും? നമസ്കാരം. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ എത്തുന്നേ? സൈക്കിൾ റേസ് ജയിച്ചതിന് ചെലവ് തരാന്ന് പറഞ്ഞ് പാറു ഞങ്ങളെ വിളിച്ചിരുന്നു. ചുമ്മാതല്ല ഒരു മട്ടനും പൊക്കി പിടിച്ചോണ്ട് വന്നത്. ദേവകിയമ്മേ, പാറു പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. പിന്നെ അമ്മ ഒരു വിശാല മനസ്കയാണെന്നും വിശന്ന് വരുന്നവരെ വയറു നിറച്ച് വിടുന്ന ഒരു അന്നപൂർണേശ്വരി ആണെന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ ദേവകിയമ്മേ? അതെ അതെ. ചോറുണ്ടോടി? ആമേ, അവർക്കും ചേർത്ത് എടുത്തിട്ടുണ്ടല്ലോ. അവർ കഴിക്കാൻ കൊടുക്ക്. ചെല്ലടി, ചെന്ന് പ്ലേറ്റ് എടുത്തോണ്ട് വാ. ശരി. മക്കളിരിക്കേ. അടിപൊളി. ദേവകിയമ്മയുടെ കൈപുണ്യം സൂപ്പർ. കേറ്റ് കേറ്റ്. ഈ മട്ടൻ രാവിലെ തന്നെ കഴിച്ചിരുന്നെങ്കിൽ റെക്കോർഡ് സമയത്തിൽ പാറു ജയിച്ചേനെ. ആഹാ, അപ്പൊ നിങ്ങളാണ് ഇവിടെ ഓരോന്ന് പറഞ്ഞ് വഷളാക്കുന്നത് അല്ലേ? എടാ, ഇതാടാ പറയുന്നത് വായില് ഭക്ഷണം വെച്ചോണ്ട് സംസാരിക്കരുതെന്ന്.